കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ചില വിമാനങ്ങൾ അവരുടെ സർവീസുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ബദൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതിനുള്ള സർവീസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് കൊമേഴ്സ്യൽ സർവീസ് ആരംഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വിമാനത്താവളങ്ങളിലും, അതായത് ദുബായ്, അബുദാബി, ഷാർജ വിമാനത്താവള, റാസ് ഖൈമ, ഫുജൈറ വിമാനത്താവളങ്ങളിൽ നിന്നെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് സർവീസുകൾ നാളേക്കും മറ്റന്നാളേക്കും ഒക്കെ നീട്ടിവെച്ചിരിക്കുകയാണ് എല്ലാ വിമാന കമ്പനികളും. മറ്റൊരു വാർത്തയുള്ളത്, മസ്കത്തിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെയും സർവീസ് നടത്തുന്നുണ്ട്. അത് കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും അതേപോലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നുമൊക്കെ സർവീസുകളുണ്ട്. അഡീഷണൽ വിമാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചിയിലേക്കാണ്. അതേപോലെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും അഡീഷണൽ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൊമേഴ്സ്യൽ സർവീസുകൾ പുനരാരംഭിച്ചാൽ മാത്രമേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാകൂ എന്നുള്ളതാണ് ഹരി. ശരി, എമിറേറ്റ്സ് വിമാനങ്ങൾ നാളെ രാത്രി 12 വരെ സർവീസ് നടത്തില്ലെന്ന് അറിയിച്ചു. പക്ഷേ ഇത്തിഹാദ് വിമാനങ്ങൾ മറ്റന്നാൾ വരെയും സർവീസ് നടത്തില്ല. എയർ ഇന്ത്യ സർവീസുകൾ നാളെ ഉച്ചവരെ ഉണ്ടാവില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കത്ത് സർവീസ് നാളെയും തുടരും. ഷിനോഡ് ശംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.